ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ UDF, അട്ടിമറിക്കായി BJPയും LDFും. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 8ാം വാർഡിൽ ഇത്തവണ ശക്തമായ മത്സരത്തിനാണ് സാധ്യത. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ശക്തമായ മത്സരം നടക്കുന്ന വാർഡുകളിലൊന്നാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 8ാം വാർഡായ തങ്കയം. പഞ്ചായത്തിലെ UDFന്റെ സുരക്ഷിത വാർഡുകളിലൊന്നാണിത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും UDF വോട്ടിൽ വർധനവ് നേടിയെടുത്തായിരുന്നു വിജയം കൈവരിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ചിത്രമൽപ്പം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പമുണ്ടായിരുന്ന LJD LDFനൊപ്പമാണ്. മാത്രമല്ല LDFനായി LJD തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നതും. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ BJPക്ക് ശക്തമായ പിന്തുണയുള്ള വാർഡുകളിലൊന്നാണ് തങ്കയം വാർഡ്. അതുകൊണ്ട് തന്നെ BJPയും ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്. ഈ പ്രതീക്ഷകളെല്ലാം വെച്ചാണ് മുന്നണികൾ വാർഡിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതും. വാർഡിനകത്ത് വ്യക്തമായ സ്വാധീനമുള്ളവരാണ് ഇവിടെയുള്ള സ്ഥാനാർത്ഥികളെല്ലാം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ M രജീഷ് ബാബുവാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് UDFനകത്ത് രൂക്ഷമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നുവെങ്കിലും രജീഷ് ബാബുവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ UDF നേതൃത്വം തയ്യാറാവുകയായിരുന്നു. ഹൈസ്കൂൾ പഠനകാലം തൊട്ട് ആരംഭിച്ചതാണ് രജീഷ് ബാബുവിന്റെ സംഘടനാ പ്രവർത്തനം. KSU പ്രവർത്തകനായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായും പൊതുപ്രവർത്തന രംഗത്തെ മികവിന്റെ തിളക്കത്തിലാണ് രജീഷ് ബാബു തൃക്കരിപ്പൂർ പഞ്ചായത്ത് 8ാം വാർഡ് തങ്കയത്ത് ജനവിധി തേടുന്നത്. പിന്തിരിഞ്ഞു നോക്കിയാൽ രാഷ്ട്രീയ പാരമ്പര്യം കൂടിയുണ്ട് ഇദ്ദേഹത്തിന്. പഴയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയായ PSPയുടെ നേതാവായ TV ഭരതന്റെ മകൻ കൂടിയാണ് രജീഷ് ബാബു. 1977 പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്നും സുബ്രഹ്മണ്യ ക്ഷേണായിയുടെ എതിരാളിയായും 82 MV രാഘവനെതിരെയും TV ഭരതൻ മത്സരിച്ചിരുന്നു. പിതാവിന്റെ പാത പിന്തുടർന്ന് പൊതുപ്രവർത്തന രംഗത്തെത്തിയ ഇദ്ദേഹം തൃക്കരിപ്പൂരിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യം കൂടിയാണ്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 8ാം വാർഡ് തങ്കയത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലാകാലമായി നമ്മുടെ UDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ച ഒരു വാർഡുകളാണ്. ഈ വാർഡിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായത്. ഇനി ഞാൻ ജയിച്ചു വന്നാൽ ഈ വികസനത്തിന്റെ തുടർച്ചയാണ് എൻ്റെ പ്രവർത്തനം. സാമൂഹ്യ പ്രവർത്തകൻ, സോഷ്യലിസ്റ്റ് സംഘാടകൻ, 8ാം വാർഡ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി E ബാലകൃഷ്ണനെ കുറിച്ച് പറയാൻ വിശേഷണങ്ങളേറെയാണ്. ISOവിലൂടെ തുടങ്ങി LJDയിലെത്തി നിൽക്കുന്ന രാഷ്ട്രീയ ജീവിതം. സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായ സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ NGO സെന്ററിന്റെ സംസ്ഥാന സെക്രട്ടറിയായി സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം സംഘടനാ പ്രവർത്തനം നടത്തിയ പ്രവർത്തന പരിചയം. സർവീസിലിരിക്കെ ജീവനക്കാരുടെ ക്ഷേമപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ബാലകൃഷ്ണൻ ജില്ലാ ട്രഷറിയിൽ നിന്നും ജൂനിയർ അക്കൗണ്ടന്റായി വിരമിച്ചു. ലാഭേച്ഛ കൂടാതെയുള്ള ഇടപെടലുകൾ മറ്റുള്ളവരിൽ നിന്നും ബാലകൃഷ്ണനെ വ്യത്യസ്തനാക്കി. എല്ലാറ്റിനും ഉപരിയായി മികച്ചൊരു മരക്കലപ്പാട്ട് കലാകാരൻ കൂടിയാണ് ഇദ്ദേഹം. സമൂഹത്തിനിടയിൽ സ്നേഹബഹുമാനത്തിന് പാത്രമാണ് എന്നത് വിശേഷണങ്ങളിലെ പൊൻതൂവലായി വിളങ്ങി നിൽക്കുന്നു. ആര്യദേശത്ത് നിന്നും 108 ആഴി കടന്ന് മലനാട് കാണാനെത്തിയ പൂമാലയുടെ ചരിത്രകഥ ഇലത്താളത്തിന്റെ അകമ്പടിയോടെ പാടി ഉണർത്തുന്ന ബാലകൃഷ്ണന്റെ നൈപുണ്യം കൊയോങ്കര പൂമാലക്കാവ്, കുന്നച്ചേരി പൂമാലക്കാവ് എന്നീ ക്ഷേത്രാങ്കണങ്ങളിൽ മുഖരിതമാകാറുണ്ടായിരുന്നത് വിശ്വാസികളുടെ മനസ്സിൽ ഇടം തേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരംഗീകാരമായി നിലനിൽക്കുന്നു. ക്ഷേത്രകല, രാഷ്ട്രീയ പ്രവർത്തനം, സാംസ്കാരിക രംഗം എന്നിങ്ങനെ വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബാലകൃഷ്ണന് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വ്യക്തിബന്ധമുണ്ടെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ പോസിറ്റീവായൊരു പ്രതീക്ഷ നൽകുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു മെമ്പറാണ് ഇവിടെ ഭരിച്ചിരുന്നത്. നമുക്ക് ഒരുപാട് വികസനം ഈ നാട്ടിൽ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട്. ഹരിതാപമായ മനോഹരമായ ഒരു ഗ്രാമത്തെ വാർത്തെടുക്കാൻ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ചിഹ്നമായ മൺകലം അടയാളത്തിൽ ഒരു വോട്ട് തന്ന് സഹായിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. 8ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ് BJP സ്ഥാനാർത്ഥിയായ A രാജീവൻ. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ജനങ്ങൾക്കിടയിൽ കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. പഞ്ചായത്ത് കാർഷിക വികസന കമ്മിറ്റി അംഗം, കോവിഡ് ജാഗ്രതാ സമിതി അംഗം, BMS തൃക്കരിപ്പൂർ മേഖലാ സെക്രട്ടറിയായിരുന്നു. ഒന്നിലധികം തവണ തങ്കയം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തനം. ചെറുകാനം ജനക്ഷേമ സമിതി വായനശാല സെക്രട്ടറി, കൊയോങ്കര പൂമാല ഭഗവതിക്കാവ് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ്, ചെറുകാനം പാടിയിൽക്കടവ് തണ്ണീർത്തട സംരക്ഷണ സമിതി സെക്രട്ടറി, തൃക്കരിപ്പൂർ 8ാം വാർഡ് സാനിറ്റൈസേഷൻ കമ്മിറ്റി അംഗം, തൊഴിലുറപ്പ് മോണിറ്ററേഷൻ കമ്മിറ്റി അംഗം, ചെറുകാനം ചൂവാട്ടക്കുവൽ കുണിയൻ ലിങ്ക് റോഡ് കൺവീനർ സ്ഥാനം, കുന്നച്ചേരി കലശാട്ട് മഹോത്സവ കമ്മിറ്റി സെക്രട്ടറി,
തുടങ്ങി വിവിധ തൊഴിലാളി സംഘടനാ പ്രവർത്തനം, വായനശാല പ്രവർത്തനം എന്നീ മേഖലകളിൽ സജീവ സാന്നിധ്യമാണ് രാജീവൻ. നമ്മുടെ തൃക്കരി പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിലാണ് എൻ്റെ വാർഡ് 8ാം വാർഡ് വരുന്നത്. ഈ വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി എന്നാൽ കഴിയും വിധം ഞാൻ പ്രവർത്തിക്കുന്നതായിരിക്കുമെന്നാണ് കാര്യമായി പറയാനുള്ളത്. കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ ഈ വാർഡിലുള്ള റോഡുകളും അതുപോലെ തന്നെ ഒരു റോഡ് ടാർ ചെയ്ത് 1 മാസത്തിനുള്ളിൽ വീണ്ടും അത് അതേ രീതിയിലാവുന്ന രീതിയിലാണ് ഈ റോഡ് പ്രവർത്തനം നമ്മൾ കണ്ടുവരുന്നത്. അതിനൊരു അറുതി ഉണ്ടാക്കാൻ എന്നാൽ കൃത്യമായ രീതിയിൽ ആ റോഡ് പണി ചെയ്ത് നാട്ടുകാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളുടെ ഇടപെടലുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. അതുകൊണ്ട് തന്നെ വാർഡിലെ മത്സരവും തീപാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.